കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ സിദ്ധാർത്ഥ് കൂടി നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. സിദ്ധാർത്ഥ, ഇപ്പോൾ ആ വഴിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു കൂടിയൊക്കെ വരുമ്പോൾ നമുക്ക് സ്ഥിരമായി കാണാൻ കഴിയുന്നതാണ്, ഒന്നും രണ്ടുമല്ല നിരവധി തെരുവ് നായ്ക്കളാണ് ആ ഭാഗത്തു കൂടിയൊക്കെ കറങ്ങി നടക്കുന്നത്. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ വലിയൊരു പേടി ആളുകളിൽ ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. തീർച്ചയായും. ഇപ്പം മുൻ വർഷങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കോളേജ് യൂണിയൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, മറ്റ് എല്ലാ ഓർഗനൈസേഷൻ്റെ സൈഡിൽ നിന്നായിക്കോട്ടെ, ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ കംപ്ലയിൻസ് ആയിട്ടും ലെറ്റേഴ്സ് ആയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുൻ വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ യൂണിയൻ്റെ കാലഘട്ടത്തിലായിക്കോട്ടെ നമ്മളിങ്ങനെ റിക്വസ്റ്റ് കൊടുത്തപ്പം അത് കോർപ്പറേഷൻ സൈഡിൽ നിന്നാണ് അതിൻ്റെ ആക്ഷൻ വരേണ്ടതെന്നാണ് അഡ്മിനിസ്ട്രേഷൻ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷൻ സൈഡിൽ അവർ ഈ ഷെൽട്ടർ ഹോംസും മറ്റ് നടപടികൾ സ്വീകരിച്ചപ്പോഴും ഈ ഇവിടെയുള്ള സ്ട്രേ ഡോഗ്സിനെ അവർ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇപ്പം സ്റ്റെറിലൈസേഷൻ പോലെയുള്ള മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് ഇതേ സ്ഥലത്തേക്ക് തന്നെയാണ് അവർ കൊണ്ടുപോയി തള്ളുന്നത്. അപ്പം ഈ ഇങ്ങനെയുള്ളൊരു സൊല്യൂഷൻ സ്വീകരിച്ചത് കൊണ്ട് വലിയ മാറ്റമൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇപ്പം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ആയിക്കോട്ടെ, പേഷ്യൻസിൻ്റെ ഒപ്പം വരുന്ന അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന PGസും ഡോക്ടേഴ്സും, അതും ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ രാത്രി ഇപ്പോൾ എനിക്ക് കാഷ്വാലിറ്റിയിൽ ഇപ്പം വയ്യാതായിട്ട് ഇപ്പോൾ കാണിക്കാൻ പോകുമ്പോൾ പോലും അതിന് ഒരു പട്ടിയിൽ നിന്നുള്ള അറ്റാക്ക് എപ്പം വേണമെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും വെൽക്കം ചെയ്യുകയാണ്. അതിനനുസരിച്ചിട്ട് അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്യൂട്ടബിളായ സൊല്യൂഷൻ അവർ സ്വീകരിക്കണം. മുൻപൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഒരു പട്ടീനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് എക്കോളജിക്കൽ ബാലൻസിനെ ബാധിക്കും, അതുപോലെ തന്നെ ഷെൽട്ടർ ഹോംസിലേക്ക് വളരെയധികം ദയനീയ അവസ്ഥയിലുള്ള ഡിസീസസ് ഒക്കെ ഉള്ള പട്ടികളെ മാറ്റാൻ പറ്റുള്ളൂ, അല്ലാതെയുള്ള നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലോസും എല്ലാ ആക്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് അതിന് മറുപടി പറയുക? നമ്മളെല്ലാ രീതിയിലും ഇപ്പം വേറൊരു ഇഷ്യൂ ഇവിടെ മെഡിക്കൽ കോളേജിലുള്ളത്, പ്രോപ്പറായിട്ടൊരു ഹോസ്റ്റലുകളിലായിക്കോട്ടെ മറ്റു പരിസരങ്ങളിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ ഇപ്പോഴില്ല. നമ്മൾ പല രീതിയിലും അധികാരികളോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാ ഹോസ്റ്റലുകളും ഹോസ്പിറ്റലുകളുമായിട്ട് നടത്തണം എത്രയും പെട്ടെന്ന്. അതിനായിക്കോട്ടെ മീറ്റിങ്ങൾ വിളിക്കണം, എല്ലാ രീതിയിലുള്ള സൊല്യൂഷൻസ് ഡിസ്കഷൻ നടന്നിട്ട് ഒരു ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് വേണം. നമ്മൾ കുറേ പ്രാവശ്യം അതോറിറ്റീസിൻ്റെ അടുത്തായിക്കോട്ടെ, ബാക്കി നമ്മൾ പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, ബാക്കിയുള്ള കോർപ്പറേഷൻ ആയിക്കോട്ടെ, അവരുടെ അടുത്തൊക്കെ നമ്മളിത് പലതവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇപ്പോഴും അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ സിദ്ധാർത്ഥ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോൾ നമുക്കറിയാം, നിരവധി ആളുകൾ, അത് ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ സാധാരണക്കാരായാലും രോഗികളായാലും ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ തോന്നിയതുപോലെ തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ പരാതിപ്പെടുക എന്നുള്ളതാണ്. ഇങ്ങനെ പരാതി കൊടുത്തിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ എന്താണ് സിദ്ധാർത്ഥ് നമ്മൾ കരുതേണ്ടത്? ഒരു സിസ്റ്റത്തിന്റെ പരാജയം തന്നെയല്ലേ? തീർച്ചയായും സിസ്റ്റത്തിന്റെ പരാജയം തന്നെയാണ്. കാരണം നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസും സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സും എല്ലാ രീതിയിലും ഈ ഒരു ഇഷ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോഴും അതിനെ ഒരു തണുത്ത രീതിയിലാണ് അവർ ആറ്റിറ്റ്യൂഡ് ഇതിനോടുള്ളത്. അപ്പോൾ എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്യാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വേർഡിക്റ്റ് വന്നുകൊണ്ട് തന്നെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ, അത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം, മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലുടനീളെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് റാബീസിന് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം സിവിയർ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ കൊച്ചുകുട്ടി മുതൽ വയസ്സായിട്ടുള്ള ഒരാൾ വരെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പ്രോണാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു സ്യൂട്ടബിൾ സൊല്യൂഷൻ അതോറിറ്റീസ് ഇത് നോക്കിക്കണ്ടൊരു ഡിസ്കഷൻ നടത്തി എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ജനങ്ങളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് നേരത്തെ ഹബീറ എന്ന അമ്മ പറഞ്ഞത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. 7 മാസം മുമ്പാണ് ആ അമ്മയ്ക്ക് മകളെ നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിലാണ് കുട്ടി മരിക്കുന്നത്. അപ്പോൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അപകടം നടക്കുന്ന സമയത്ത് ചർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എത്ര കണ്ട് പ്രാവർത്തികമാക്കും നമ്മുടെ സർക്കാർ എന്നാണ് നമ്മൾ കരുതുന്നത്? അതിലൊരു ശുഭപ്രതീക്ഷയുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് പുറകെ നടന്നതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം അത് പ്രാവർത്തികമാകുന്നൊരു ഉറപ്പില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയായാലും ഇതിനെതിരെ മാക്സിമം നമ്മൾ റിക്വസ്റ്റുകളായിക്കോട്ടെ, ഇനിയിപ്പോൾ സമരത്തിലേക്കാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. കാരണം ഒരു സൊല്യൂഷൻ ഇതിന് വേണം. ഇതിപ്പോൾ സിദ്ധാർത്ഥ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ പിറകെ കുറെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യമെന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റുക, അതുപോലെ തന്നെ 24 മണിക്കൂറും പട്രോളിംഗ് വേണം, വന്ധീകരിച്ച നായകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം എന്നൊക്കെയാണ്. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണോ?
തീർച്ചയായും അതിന് കറക്റ്റ് അനുസരിച്ചുള്ള വർക്ക് ഫോഴ്സും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള അത് ഒരു 100% ഇല്ലെങ്കിലും വലിയ രീതിയിൽ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.